വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്ന് കബോധമെന്ന് മഹാകവി കുമാരനാശാന്റെ വീണപൂവിലെ 2 വരികളാണിത്. കൊലപാതകം വ്യാപാരമാക്കിയെടുത്തവന് മാടപ്രാവെന്നോ കഴുകനെന്നോ വ്യത്യാസമില്ല. അദ്ദേഹം ഇത് പറയുമ്പോൾ ഈ വേടന്റെ ചില നിലപാടുകൾ സമൂഹമാധ്യമങ്ങളിൽ വന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനിതെടുത്ത് പറയുന്നത്. ജയ് ശ്രീറാം വിളിച്ച് മഹാമുനിയായി മാറിയ രത്നാകരൻ എന്നൊരു വേടനുണ്ട്. വേടൻ അറിയാമോ? അത് ത്രയംബകം എന്ന ശൈവജാപം ഒടിഞ്ഞപ്പോഴും ശാർങ്ങം എന്ന വൈഷ്ണവജാപം കുലച്ചപ്പോഴും രാമന്റെ അമാനുഷികനെ കണ്ട് ലോകം വിളിച്ചത് ജയ് ശ്രീറാം എന്നാണ്. അല്ലാതെ രാവണ നിഗ്രഹത്തിന്റെ സമയത്തല്ല ജയ് ശ്രീറാം വിളി ആദ്യമായി മുഴങ്ങിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സെലക്റ്റീവായി ചില പ്രത്യേക കാര്യങ്ങൾക്കും പ്രത്യേക ഉദ്ദേശത്തോടും കൂടി നമ്മുടെ ദേശീയതയെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അനൌചിത്യമായ കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും ചെയ്യുമ്പോൾ ഈ ഇന്റലക്ച്വൽ ക്രിമിനൽസിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കണം. ഇങ്ങനെ പ്രത്യേകമായ കാര്യങ്ങളിൽ മാത്രം രാമനാമം കേൾക്കുന്ന ഒരു പ്രതിഭാസം വേടനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ വെറും ഒരു വേടനല്ല, മലവേടനാണ്. എന്നെ കേൾക്കുന്നവർക്ക് ആ മലയെന്ന വാക്ക് വേടൻ പറഞ്ഞതുപോലെ സൌകര്യമായി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും RSS പോലെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തെ, ഒരു മഹാപ്രസ്ഥാനത്തെ, ഭാരതത്തിന്റെ ദേശീയതയിലേക്ക് ഊന്നൽ നൽകുന്ന ലോകഗുരുസ്ഥാനത്തേക്ക് ഈ നാടിനെ ഉയർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തന്റെ വ്യക്തി താൽപര്യത്തിനു വേണ്ടിയും മൈലേജിനും വേണ്ടി മാത്രം വലിച്ചിഴയ്ക്കുമ്പോൾ ഇത് സമൂഹത്തിനൊരു തിരിച്ചറിയുവാനായി ഇവിടെ കിടക്കട്ടെ. പത്മവ്യൂഹം.